ഒരു വമ്പൻ പടയെ അടുത്ത കൊല്ലത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കളത്തിലിറക്കുന്ന കാര്യം വിരളമാണ് എങ്കിലും സംസ്ഥാനത്തെ വനിതാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം നടന്ന അഹമ്മദാബാദിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിന്റെ തലസ്ഥാന നഗരിയായ അഹമ്മദാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസി അടുത്ത കൊല്ലത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ആശാവഹമായ കാര്യമാണ്. കേരളത്തിൽ വനിതാ കോൺഗ്രസ് നയിക്കുന്ന JB മേത്തയ്ക്കും കൂട്ടുകാരികൾക്കും 2021 ഏതാണ്ട് ഒരു ഡസൻ വനിതാ സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കിയത്. എന്നാൽ ഇവരിൽ ആർക്കും വിജയം കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അസംബ്ലിയുടെ തുടക്കത്തിൽ UDFന് ആകെ ഒരു വനിതാ MLA മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് വടകരയിൽ നിന്നും വിജയിച്ച് തിരുവനന്തപുരത്തെത്തിയ RMP നേതാവ് K രമ ആണ്. ഇതിനൊരു മാറ്റമുണ്ടായത് കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്ന തോമസിന്റെ ആകസ്മികമായ നിര്യാണത്തിലൂടെയാണ്. വേർപാടിന്റെ വേദനയിലാണെങ്കിലും കോൺഗ്രസ് തൃക്കാക്കരയിൽ ഒഴിവു വന്ന സീറ്റ് നിലനിർത്താനായി തോമസിന്റെ സഹധർമ്മിണി ഉമാ തോമസിനെയാണ് പരീക്ഷിച്ചത്. ഇവർ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി. അതുവരെ തൻ്റെ പാർട്ടി അനുഭവിച്ചു പോന്ന അപമാനം നികത്താനും ഉമയ്ക്ക് ഇതോടെ കഴിഞ്ഞു. ഇക്കാരണത്താൽ തന്നെ കോൺഗ്രസിന്റെ അടുത്ത കൊല്ലത്തെ തിരഞ്ഞെടുപ്പിനായുള്ള ആദ്യ ലിസ്റ്റിൽ തന്നെ ഉമാ തോമസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉമയ്ക്ക് പുറമെ ഇതിനോടകം സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയിട്ടുള്ള നേതാക്കളിൽ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ഹരിത ബാബു, PK ജയലക്ഷ്മി എന്നിവരാണ്. മറ്റൊരു സാധ്യത വൈക്കത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട PR സോനയാണ്. KA തുളസി എന്നിവരുടെ സാധ്യതയും എഴുതിത്തള്ളാൻ സാധിക്കില്ല. കഴിഞ്ഞ കൊല്ലം ആലത്തൂരിൽ MP സ്ഥാനം നഷ്ടപ്പെട്ട, പിന്നീട് ചേലക്കരയിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെയും കോൺഗ്രസ് തഴയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇന്ന് കേരള സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിലും കഴിവുള്ള ഒരുപാട് ഭാരവാഹികളുള്ള സാഹചര്യത്തിൽ ആർക്കൊക്കെ സീറ്റ് കിട്ടും എന്നതാണ് കൗതുകമുള്ള കാര്യം. അതുപോലെ തന്നെ നിരീക്ഷകർ ഇപ്പോഴേ നോക്കിക്കാണുന്നത് മറ്റൊരു കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ വക്താക്കളിൽ ഒരാളായ ഷെമ മുഹമ്മദിനെയാണ്. ഇവരെ പാർട്ടി കണ്ണൂരിൽ മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ്. അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടികയിലുള്ള അലിപ്പറ്റ ജമീലിയെ ഉപതെരഞ്ഞെടുപ്പിൽ തടഞ്ഞാൽ പോലും അടുത്ത കൊല്ലത്തെ നിർണായക മത്സരത്തിൽ പാർട്ടി പരീക്ഷിക്കുമോ എന്നുള്ളതും നോക്കിക്കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കില്ല കോൺഗ്രസ് പുറത്തിറക്കുക. ഇതിനോടകം പേര് കേട്ട മറ്റു പലരെയും പാർട്ടി സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പേര് കേട്ട പത്രപ്രവർത്തകയും സമർത്ഥയായ ഒരു അഡ്വക്കേറ്റും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് തിരിച്ചടിയായ അന്നത്തെ വനിതാ കോൺഗ്രസ് പ്രസിഡന്റായ ലതിക സുഭാഷിന്റെ വ്യസനത്തോടെയുള്ള പടിയിറക്കമായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഈ തനിയാവർത്തനം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ഇതിനോടകം എടുത്തിട്ടുമുണ്ട്. ഇത്തവണ ചുരുങ്ങിയ സീറ്റുകളിൽ മാത്രം അവസരം ലഭിക്കാൻ കേരളത്തിലെ വനിതാ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധ്യത മുന്നിൽ കാണുമ്പോൾ 2031 സ്ഥിതിഗതി തീർത്തും വ്യത്യസ്തമായിരിക്കും എന്നതാണ്. കഴിഞ്ഞ കൊല്ലം പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുൻപായി കേന്ദ്ര സർക്കാർ പാസാക്കിയ വനിതാ പ്രാതിനിധ്യ ബിൽ പ്രാവർത്തികമായാൽ 2031 UDF എന്ന മുന്നണി തന്നെ 140-ൽ 46 സീറ്റുകൾ വനിതകൾക്കായി മാറ്റി വെക്കേണ്ടി വരും. അതിനൊരു തുടക്കം കോൺഗ്രസും UDFും നടത്തുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ചോദ്യം. എന്തുതന്നെയായാലും കേരളത്തിൽ ഇത്തരം വനിതാ പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നിട്ട് വരുമ്പോൾ അത് വലിയൊരു ചുവടുമാറ്റത്തിലേക്കാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പോടുകൂടി വനിതകളുടെ പ്രാതിനിധ്യം കൂട്ടുക മാത്രമല്ല, ഒരു പുതിയ ഭരണ സംസ്കാരവും ഒരു പുതിയ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു പുതിയ സംസ്കാരവും രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.